കൂട്ടുകാരെ ഒരു വെറൈറ്റി കിടുക്കാച്ചി ഒരു ഉപ്പിലിടക്കം കണ്ടോ. ഒടിയം പയർ, മാങ്ങ, ഇത് നമ്മുടെ മുളക് കണ്ടോ, നമ്മുടെ മുളക്. ഇത് വെയിലത്തൊന്ന് വാട്ടണ്ട, ഒന്ന് ജസ്റ്റ് വെള്ളം പോകണം, കഴുകി വൃത്തിയാക്കിയതാണ്. അങ്ങനെ ഒടിയം പയറുണ്ട്, നമ്മുടെ ഉണ്ടമുളകുണ്ട്, ഇത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, ഇതെല്ലാം ഒന്ന് വെള്ളം തോരണം. ഉണ്ടേ കോവലുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെള്ളം തോന്നി വരുമ്പോഴത്തേന് അതെ ഞങ്ങളുടെ അയൽക്കാരെ വീട്ടിലെ കുഞ്ഞ് ആപ്പിള് സൂപ്പറാണ്. ഉപ്പിട്ട് കഴിഞ്ഞ് ചെറു മധുരവും പുളിപ്പും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഏതാണ്ട് കുറച്ച് മുളക് ആവശ്യത്തിന് എരി അനുസരിച്ചാണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ എരി വേണം. അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് വെയിലത്ത് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം മാറി വാടണം. അങ്ങനെ നമ്മുടെ ഏതാണ്ട് ഈ ഉപ്പിലിടുന്ന വെറൈറ്റി സാധനങ്ങളെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ പോയി കണ്ടേ തിരിച്ചു മറിച്ചുമൊക്കെ വെച്ച് നമ്മൾ നന്നാക്കി വെള്ളമൊക്കെ പോക്കി. ഇനി നാണ്ടെ ഭരണി കഴുകി ഉണക്കിയ ഭരണിയായിരിക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം നിൽക്കരുത്. വെള്ളത്തിൻ്റെ അംശം നിന്ന് കഴിഞ്ഞാൽ ഇത് പൂക്കും. നമുക്കിനി എടുത്തുകൊണ്ട് വന്ന് ഉപ്പിട്ട് കാണിക്കാം. മതി. കഴുകി വാട്ടി ഒരു മാതിരിയാക്കിയതാണ്ട് പയർ, നമ്മുടെ ഉണ്ടമുളക്, കടയിൽ നിന്ന് വാങ്ങിയ മുളക്, ഇത് നമ്മുടെ കുഞ്ഞാപ്പിള്, ക്യാരറ്റ്, അതിൻ്റെ പഴുത്ത ആപ്പിള്, മാങ്ങ, ഉപ്പ്, നെല്ലിക്ക, ഇതിൻ്റെ പേര് കോവയ്ക്ക. അത്രയും സാധനമെല്ലാം വാട്ടി സെറ്റാക്കിയിട്ടുണ്ട്. വിനാഗിരി, ഉപ്പ്. ഇനി ഇതൊരു വെറൈറ്റി ആയിട്ട് ഇടുന്നത്. എല്ലാവരും ഇതിട്ട് നോക്കണം. ഇതിനകത്ത് തിളപ്പിച്ച വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ഉപ്പും ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞെടുത്താൽ സൂപ്പർ പഴങ്കഞ്ഞി കുടിക്കാനൊക്കെ പൊളിയാണ്. പൊളി അച്ചാർ. അപ്പോൾ ഉപ്പിലിടാം. ആദ്യം തന്നെ കുറച്ചുപ്പിടാം. ഉണ്ടോ? കുറച്ചുപ്പിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ആദ്യം തന്നെ ഉണ്ട് നമ്മുടെ നാടൻ പയറിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോവൽ എപ്പോഴും പിഞ്ചായിരിക്കണമെങ്കിൽ ഒരെണ്ണം മതി എടുത്ത് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് കട്ടിയുള്ളത് ആദ്യം ഇടാം. നെല്ലിക്ക, ക്യാരറ്റൊക്കെ ഇരുന്ന് അങ്ങനെ ഉപ്പും പുളിപ്പും ഒക്കെ പിടിച്ച് അങ്ങനെ സെറ്റായിട്ടിരിക്കും. മാങ്ങ, അല്ലേ അത് മുറിക്കുന്നതൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാടൻ മുളകായിട്ട് നല്ല മണമുള്ള മുളകാണ്. ഉടംകൊല്ലി മുളകെന്നൊക്കെ എല്ലാവരും പറയും. അത് നമ്മുടെ പച്ച കളർ കുഞ്ഞാപ്പിള്, ഇത് നല്ലതാണ്. പുളിപ്പും മധുരവും ഉപ്പും ഒക്കെ ഉണ്ട്. എരിക്ക് കുറച്ച് നല്ല എരിയുള്ള മുളകാണ്. കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇടാം. ഞങ്ങൾ കുറച്ച് മുളകും കൂടി ഇടും നാളെ. അപ്പം ഇതെപ്പോഴും ഭരണിയിൽ തന്നെ ഇടണം. അല്ലേ അവസാന ഫൈനലിൽ ഇതിട്ട് ഇത് ഞങ്ങൾക്കൊരു സ്വല്പം ഉപ്പ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുന്നവർ ഉപ്പിടണം. പൊളി എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ച് നമുക്കൊരു വീഡിയോ ചെയ്ത് കാണിക്കാം. മതി. കുറച്ച് വിനാഗിരി, ഇത് സെറ്റാക്കി ഇത് വലിയ ഭരണി കാണിക്കുക നിങ്ങൾക്ക് വേണ്ടി. ഇത് നമ്മൾ വേറൊരു ഭരണിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഒരാഴ്ച കഴിഞ്ഞേ എടുക്കാവുള്ളൂ. ഇത് പൂക്കി ഒന്നുമില്ല. ഒന്നും ഒരു പ്രശ്നവും ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി നിരമ്പരമാവും. കണ്ടോ? ഇനി നിങ്ങൾക്ക് എടുക്കുമ്പോൾ സമയത്തൊന്ന് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും കാണണം. എൻ്റെ ഉള്ള കൂട്ടുകാർക്കും ഇനി വരുന്ന കൂട്ടുകാരും എല്ലാം ഇത് കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.